ഈ തിരുവനന്തപുരം പോലുള്ള സിറ്റി ജീവിക്കുന്ന ഞങ്ങൾക്ക് സ്ഥലം വളരെ കുറവാണ്. അപ്പോൾ ഉള്ള സ്ഥലത്ത് മാക്സിമം കൃഷി ചെയ്യുക, അത് മാത്രമാണ് നമ്മുടെ അജണ്ട. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ മെത്തേഡ്സ് ആണോ അതെല്ലാം നമ്മൾ ഇവിടെ പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കും. അങ്ങനെ എനിക്കിവിടെ പയറിന് തന്നെ 1, 2, 3 ടൈപ്പ് പന്തലുണ്ട്. ഹലോ, വെൽക്കം ബാക്ക്. എന്നെപ്പോലെ ചെറിയ അടുക്കളത്തോട്ടമുള്ളവർക്കറിയാം, നമുക്കൊക്കെ ഈസി ആയിട്ട് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നതും എന്നാൽ പെട്ടെന്ന് വിളവ് തരുന്ന ഒന്നാണ് പയർ. ഈ പയർ വർഗ്ഗങ്ങൾ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും, അതുപോലെ തന്നെ വിളവും വേഗം കിട്ടും. അപ്പം നമുക്ക് ഈ കൃഷി ചെയ്യുന്നവർക്ക് കൂടുതൽ ഒരു മോട്ടിവേഷനാണ് പയർ പോലുള്ള വർഗ്ഗങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ. ഈ പയർ വർഗ്ഗങ്ങൾ പോലെന്നല്ല ഏത് പച്ചക്കറികൾക്കും വെള്ളവും വളവും മാത്രമല്ല സൂര്യപ്രകാശവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ പയറുവർഗ്ഗങ്ങൾ പോലെ ക്ലൈംബേഴ്സ്, ക്രീപ്പേഴ്സ് എന്ന് പറയുന്ന ഈ പയറുവർഗ്ഗങ്ങൾ നമുക്ക് നല്ല വെയിലുള്ളിടത്ത് വേണം നട്ടെടുക്കാൻ, അല്ലെങ്കിൽ ഇതൊന്നും കായ്ക്കില്ല. ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷി, അതിനുവേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വെർട്ടിക്കൽ പന്തലാണിത്. ഇത് നമ്മുടെ വാളരിപ്പയർ കയറ്റിവിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ബേസ് എന്ന് പറയാൻ വളരെ കുറച്ച് മണ്ണേ ഉള്ളൂ. ഇവിടെയാണ് മണ്ണിൻ്റെ പോർഷൻ. എന്നിട്ട് നമ്മൾ ഈ ഭിത്തിയിലോട്ട് കയറ്റി വിട്ടിരിക്കുക. അപ്പം നമ്മുടെ വാളരിപ്പയർ ഇങ്ങനെയാണ് കായ്ച്ചു നിൽക്കുന്നത്. നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ നമുക്ക് ഡെയിലി നമ്മൾ എടുക്കുന്ന സാധനങ്ങളാണ് നമ്മുടെ അടുക്കളയിലേക്ക്. കുറച്ചേറെ കാലത്തേക്ക് നിൽക്കുന്നതും അതുപോലെ തന്നെ നല്ല രീതിയിൽ വിളവ് തരുന്ന ഒന്നാണ് വാളരിപ്പയർ. പിന്നെ മറ്റ് പയറുവർഗ്ഗങ്ങളെപ്പോലെ ഒന്നുമല്ല ഈ വാളരിപ്പയർ. നമ്മൾ അധികം കെയറൊന്നും കൊടുക്കണ്ട. ഞാൻ 2 മാസത്തെ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴും ഈ വാളരിപ്പയർ മാത്രം ഒരു കേടും കൂടാതെ നല്ല രീതിയിൽ വിളവ് തന്ന് നിന്നിരുന്നു. ബാക്കി എല്ലാ പച്ചക്കറികളും എൻ്റെ നശിച്ചു പോയിരുന്നു, കാരണം നമ്മൾ കെയറും വളവും മരുന്നും ഒന്നും പ്രോപ്പർ സമയത്തൊന്നും കൊടുക്കാത്തതുകൊണ്ട്. പക്ഷേ ഇവന് മാത്രം ഒരു കുലുക്കവും ഉണ്ടായില്ല. എന്നും വിളവും തരുന്നുണ്ടായിരുന്നു, ഒരു കേടുപാടുകളോ ഒന്നും സംഭവിച്ചില്ല. ആകെ കിട്ടിയത് സൂര്യപ്രകാശവും മഴ പെയ്യുന്ന വെള്ളവും മാത്രമായിരുന്നു. അപ്പോൾ തുടക്കക്കാർക്ക് വെച്ച് പിടിപ്പിക്കാനും പിന്നെ ലോങ് ടേമിൽ നിൽക്കാനും പറ്റിയൊരു സാധനം കേട്ടോ വാളരിപ്പയർ. ചുവട് നിൽക്കാൻ വേണ്ടി മാത്രമുള്ള മണ്ണേ ഈ ഏരിയയിലുള്ളൂ. നമ്മൾ ഭിത്തിയോട് ചേർത്ത് തന്നെയാണ് ഇതെല്ലാം നട്ടിരിക്കുന്നത്. നമുക്ക് വേറൊരു സ്ഥലം ഇല്ലാത്തത് കൊണ്ട് മാക്സിമം നമുക്ക് ഉള്ള മണ്ണ് യൂസ് ചെയ്തിരിക്കുക. പിന്നെ ഇത് കണ്ടോ, നല്ല വലുതാണ്. ഇത് നമ്മൾ വിത്തിനായിട്ട് നിർത്തിയിരിക്കുന്നതാണ്. ഇത്രയും വലിയ പയറാണിത്. ഒരു 2 എണ്ണം ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ തോരനുള്ള സാധനമായി. വൺസ് ഇത് പിടിച്ചു കഴിഞ്ഞാലേ നമ്മളുടെ അധികം പരിചരണം ഒന്നും വേണ്ട, നല്ല രീതിയിൽ ഇത് താനെ പൂത്ത് കായുണ്ടായിത്തരും. ഇതാണ് എനിക്ക് ഇവിടെയുള്ള മറ്റൊരു വെറൈറ്റി പയർ. ഇത് നമ്മുടെ 18 മണിയനാണ്. നല്ല നീളമുള്ള പയറുണ്ടാകുന്ന പയർ. ഇത് നല്ലപോലെ വള്ളിയിട്ടു. ഇനി നമുക്കിതിനെ പടർത്തി വിടണം. അപ്പോൾ ഇതിനെ പടർത്തി വിടാനായിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ആർച്ചുള്ള പന്തലാണ്. അപ്പോൾ ഇതിനെ നമുക്കിനി പന്തലിലേക്ക് കയറ്റാം. അങ്ങനെ നമ്മുടെ 18 മണിയൻ പയറിനെ കയറ്റി വിടാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് ഈ ആർച്ച്. ഇതൊരു മെഷ് വെച്ചുണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതൊന്നും പുതിയ സാധനങ്ങളല്ല. നമ്മുടെ ഇവിടെ സോഫ റിപ്പയർ ചെയ്തു. അപ്പോൾ സോഫയുടെ അടിയിലുണ്ടായിരുന്ന മെഷാണ്, അതെടുത്ത് സൂക്ഷിച്ചു വെച്ചു. അപ്പം ഇപ്രാവശ്യം പയർ നട്ട് കഴിഞ്ഞപ്പോഴേ നല്ല വെയിലുള്ള ഏരിയ വേണം. വെയിൽ അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ വെയിൽ. മുകളിൽ എരമ്പൊന്നുമില്ല, മരങ്ങളൊന്നുമില്ല. അങ്ങനെ ആയപ്പോൾ നമ്മൾ ഇതിനെ ഈ മെഷീനെ ഒരു ആർച്ചായിട്ട് ഫോം ചെയ്തിട്ട് ഈ പയർ ഇതിലേക്ക് കയറ്റി വിടുക. ഇതാണ് നമ്മുടെ ആർച്ച് പന്തൽ. ഇത് നമ്മുടെ സോഫയുടെ അടിയിലത്തെ മെഷാണ്. അടിയിൽ നമ്മൾ കമ്പ് കൊടുത്ത് ഈ മെഷീനെ ഇതിലേക്ക് കെട്ടിവെച്ചിരിക്കുക. മെഷീന് അധികം ബലമൊന്നുമില്ല കേട്ടോ, പക്ഷെ ഒരു പയറിനെ താങ്ങി നിർത്താനുള്ള ശക്തിയൊക്കെ ഇവനുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ 18 മണിയെ കൂടെ ഇതിലൂടെ കയറ്റിവിടാം. നമ്മുടെ ഈ ആർച്ചിൽ നിന്ന് കുറച്ച് ദൂരത്തായിട്ടാണ് പയർ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പയറിനെ ഒരു വഴി കാണിച്ചു കൊടുക്കണം ആർച്ചിലെത്താനായിട്ട്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനൊരു കല്ലും ഇങ്ങനൊരു കയറും. അപ്പോൾ ഇങ്ങനൊരു കെട്ടങ്ങിട്ട് കൊടുക്കാം.
ഈ കല്ലിലേക്ക് താഴെ പോകാതെ കല്ല് ഒന്ന് ജസ്റ്റ് ഈ കയറുമായിട്ടൊന്ന് ഉടക്കി കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ്ട് ഒരു സൈഡ് കല്ല്, ഒരു സൈഡ് കയറിൻ്റെ ബാക്കി ഫ്രീ ആയിട്ടുള്ള പോർഷൻ. അപ്പം നമുക്കിനി കല്ലിനെ നിലത്തോട്ട് വയ്ക്കാം. നമ്മളെ ഈ കയറ് കെട്ടിയത് പയറിൻ്റെ അടുത്തോട്ട് വെച്ചു. എന്നിട്ട് ഈ കയറിൻ്റെ മെറ്റയറ്റം നമ്മുടെ ആർച്ചിലേക്ക് കെട്ടാം. ഇതേ കയറിൻ്റെ മെറ്റയറ്റമാണ്. അത് നമുക്ക് ഈ ആർച്ചിൽ നമ്മുടെ കമ്പുണ്ടല്ലോ അതിലേക്ക് കെട്ടിക്കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഉടക്കി കൊടുത്താൽ മതി, അവർക്കൊന്ന് കയറി വരണം, അത്ര മാത്രമേ ഉള്ളൂ. യെസ്, ഇതേ ഇങ്ങനെ ഞാൻ ഈ കല്ലും ഈ ആർച്ചുമായിട്ട് ജോയിൻ ചെയ്യിച്ചു. ഇനി നമുക്ക് ഈ കയറ് വഴി നമ്മുടെ ഈ പയറിനെ ഇങ്ങനെ അങ്ങ് കയറ്റി വിടാം. ഇവരിന് ഇങ്ങനെ കയറിപ്പോക്കോളും. കല്ലിത് ഇവിടെയുണ്ട്, ഇത് പയറിങ്ങനെ കയറും. ഇതാണ് നമ്മളിപ്പോൾ കെട്ടിക്കൊടുത്തത്. ഇതേ അവിടെ കല്ല് കയറ് കെട്ടിയിട്ട് ഇതേ കയറിങ്ങനെ നമ്മൾ ആർച്ചിലേക്ക് കയറ്റി വിട്ടു. ഇനി ഈ പയറ് വളർന്ന് ഈ ആർച്ചിൻ്റെ മുകളിൽ കൂടെ പടർന്ന് പന്തലിച്ചോളും. അപ്പം നല്ല രീതിയിൽ സൂര്യപ്രകാശവും അവർക്ക് കിട്ടും. ഈ ആർച്ചിൻ്റെ രണ്ട് സൈഡിലും നമ്മളിങ്ങനെ പയർ നട്ടിട്ടുണ്ട്. ഇതൊക്കെ പൊങ്ങി വരുമ്പോൾ ഒരു ചെറിയ കയറും കല്ലും കെട്ടിക്കൊടുത്താൽ ഈ ആർച്ചിലേക്ക് അവരെ നമുക്ക് കയറ്റി വിടാൻ പറ്റും. ഈ സൈഡിലും ഇങ്ങനെ വേറെ പയറുകൾ നട്ടിട്ടുണ്ട്, അതും കൂടെ ഇതിൽ കൂടെ കയറിക്കോളും. അടുത്തതേ സൂര്യപ്രകാശം അന്വേഷിച്ച് വന്ന് നമുക്കിവിടെ ഇത് എരമ്പില്ല മുകളിലൊന്നും. അങ്ങനെ പിന്നെ നമ്മൾ ഇട്ടിരിക്കുന്നത് ഇങ്ങനൊരു മെഷ് പന്തലാണ്. അപ്പോൾ സൂര്യപ്രകാശം ഉള്ളവിടെ എവിടെയാണോ അവിടെ നമ്മൾ പന്തലിടണം. അതിൻ്റെ ചോട്ടിൽ വേണം നമുക്ക് പയർ നട്ട് കൊടുക്കാൻ. അപ്പം ഇതൊരു മെഷായിട്ട് ഇങ്ങനെ നേരെ ഇട്ടിരിക്കുകയാണ്. ഇത് വെർട്ടിക്കലല്ല, ഹൊറിസോണ്ടൽ പന്തൽ തന്നെ. നമ്മൾ നെറ്റൊക്കെ വലിച്ചു കെട്ടുന്നതിന് പകരം ഞാൻ ഇവിടെ നമുക്കിരുന്ന മെഷ് എടുത്ത് ഇങ്ങനെ ഇട്ടിരിക്കുക. ഇതിൻ്റെ സൈഡുകളിലെല്ലാം കൊടുത്തിരിക്കുന്ന പഴയ പൈപ്പുകളും ഇതാണ്ടേ ആക്രിക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഇരുമ്പ് കമ്പികളും ഒക്കെ ആട്ടോ. ഒന്നും നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ചല്ല, എല്ലാം നമ്മുടെ ഇവിടെ ഉള്ള പഴയ സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനടിയിലെല്ലാം പയർ നട്ടിരിക്കുക. ഇതെല്ലാം മുളച്ച് നന്ന രീതി വള്ളിയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കയറ്റി വിടാം. മുകളിലിങ്ങനെ മെഷിട്ടു. അല്ലേ, അടിയിലുള്ളതൊക്കെ വെറും ആക്രി സാധനങ്ങളാണ് കേട്ടോ. ഇത് ഓസ്, പൈപ്പ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. പിന്നെ നമ്മുടെ പൈപ്പിനൊക്കെ ഇതിൽ കൂടുതൽ ലെങ്ത് ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മുടെ പന്തലും താന്നു വന്നു. ഇനി ഈ പയറുകളെല്ലാം ഇതിൻ്റെ മുകളിൽ തന്നെ വളർന്നോളും. അപ്പോൾ സൂര്യപ്രകാശവും കിട്ടും, നമുക്ക് ഈസി ആയിട്ട് പറിച്ചെടുക്കാനും പറ്റും. ഈ മെഷ് പന്തലിൻ്റെ അടിയിലേ മുഴുവൻ നമ്മൾ പയർ നട്ടിരിക്കുക കേട്ടോ. എല്ലാം വള്ളിയിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ വള്ളിയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് കയറ് കെട്ടി ഇവരെ ഈ പന്തലിലേക്ക് കയറ്റിവിടാം. നല്ല തയ്യ്, നല്ല വിത്ത്, നല്ല വളം, ഒപ്പം തന്നെ നല്ല സൂര്യപ്രകാശവും വേണം ഏതൊരു ചെടിക്കും വളരാനും കായ്ക്കാനും പൂക്കാനും.